സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സാർ, ആർട്സ് വീഡിയോ അറ്റാച്ചിട്ടുണ്ട്. അവർ പിന്നെ പുറകെ ഉണ്ട്. അവരുടെ ഫാമിലി ഞാൻ ഇവിടെയൊന്നും ഇല്ലണ്ണാ. ഞങ്ങളെ വണ്ടി എടുത്തിട്ടോ ഒന്നുകൂടെ നോക്കടാ. ജോഷു, I'm here. നീ എവിടെയാ? സാർ, സാർ അടിച്ച് കേറി. അണ്ണാ ഇവിടെ ഉണ്ടണ്ണാ. സാർ നമ്മാര് പോ. സാർ നിൽറാ. പോ നിൽറാ. പോ നിൽറാ. Harus kerja. हमारे कंप्लीट चेक किया भाई. हार्ड डिस्क हमारे इल्ला. ഹാർഡ് ഡിസ്ക് എവിടെ? ഇമ്രാൻ, കൈലാഷ്, നിനക്കറിയാം ഈ നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന്.
ദിസ് ഇസ് മൈ എംപയർ. നീ കൊന്നത് വെറും ഒരു ഫോറസ്റ്റ് ഓഫീസർ ഫാമിലി അല്ല, അയാൾക്ക് മറ്റൊരു മകനുണ്ട്. And not even his father knows who he really is. And I promise you, ഹാർഡ് ഡിസ്ക് പുറത്തു വരും. And your entire empire will be destroyed. ഹാർഡ് ഡിസ്ക് എവിടെ? പറ, ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള എല്ലാത്തിനും ഞാൻ തീർക്കും. അപ്പോൾ പ്ലാനിലൊരു മാറ്റമില്ലല്ലേ? നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ, ഇനി എന്ത് മാറ്റം? ഇന്നത്തോടെ എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അതെ, പോവാം. ആ മോളെ, എത്തിയായിരുന്നോ? ഞാൻ എത്തി. ആ രാഘവൻ എന്തേലും പറഞ്ഞോ? അവൻ അറിയാന്നുള്ളതല്ലേ കാര്യങ്ങളൊക്കെ. കാശ് തന്നു. പിന്നെ കുടുംബത്തിലൊരു പലിശക്കാരനുള്ളതുകൊണ്ട് പുറത്തൊന്നും പോകില്ലെന്ന് അവനറിയാം. എന്നാലും നല്ല പലിശ വാങ്ങും. കാശ് സൂക്ഷിച്ചു വെച്ചോ, ഇനി അതും കൂടെ മറന്നുകൊണ്ടാ. ഏയ്, ബാങ്കിന്റെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരായിരുന്നതാ. ഇതിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായപ്പോൾ എളുപ്പമായി. മോളെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരു കോൾ വരുന്നു. ശരി അച്ഛാ. സർ, നാരായണ എത്തിയോ? ഞാൻ എത്തി. ഇപ്പോൾ ഒന്ന് കഴിക്കാൻ കയറിയതാ. ഞാൻ വാട്സാപ്പിൽ തനിക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അവനാണ് ആള്. ആണോ സർ? ഞാൻ നോക്കട്ടെ. ഞാൻ എത്താൻ ടൈം എടുക്കും. മൂവ് ചെയ്തോ. ആയിക്കോട്ടെ സർ. ആ സിമ്മ് പണ്ടാരം. ചേട്ടാ, ഒരു 100 രൂപ ജീപ്പ് ചെയ്താ ക്യാഷ് ആയിട്ട് തരാൻ കാണോ? ആ. താങ്ക്സ് ചേട്ടാ, ഒരു അത്യാവശ്യമായിട്ടാണ്. ആ ആ അയച്ചിട്ടുണ്ടേ. ശരി. ഓ, താങ്ക്സ് ചേട്ടാ. ആ. നിന്റെ ബാഗ് അവസാനത്തെ മോഷണമായിട്ടേ പെട്ടെന്ന് പരിപാടി കഴിയും. കറക്റ്റ് സമയത്ത് അങ്ങനെ മാറിയോണ്ട് രക്ഷപ്പെടും. ആ സത്യം. ഇനി അങ്ങോട്ടൊരു പുതിയ വിഷൻ, പുതിയ ജീവിതം. ആ ചേച്ചി ഒന്ന് വിളിക്കണം. എപ്പോൾ കാണാൻ പറ്റുന്ന അറിയണ്ടേ? ആടാ, റൂമെത്തിയിട്ട് വിളിക്കാം. അതൊന്നും ഒരു സീനാവൂല, നമുക്ക് സെറ്റാക്കാം. ഇനി അവന്മാരുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയണം. ദൈവമേ, എല്ലാം കാര്യമായിട്ട് കാണണേ. ആ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. രക്ഷപ്പെട്ട്. ഹലോ. ആ ചേച്ചി, ഇന്നപ്പോൾ കാണാൻ പറ്റും? എടാ, നീയൊക്കെ ഇപ്പൊ ഫ്രീ ആണോ? ആ ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ചേച്ചി, ഫ്രീ ആണ്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ കടയിലോട്ട് വാ, ഞാൻ അവിടെ കാണും. ആ ശരി ചേച്ചി, കാണാം. ശരിയാടാ. ശരി ചേച്ചി. വാടാ, ഇപ്പൊ പോവാം. എടാ,
ഉറപ്പായിട്ടും. ഓ ഞാൻ പറഞ്ഞാണ് കാശ് സൂക്ഷിക്കാൻ. ഞാൻ അറിയുന്ന ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആ നിൽക്ക്, ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. സാർ, ആ നാരായണ എന്തായി? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? സാർ അത് ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എൻ്റെ ബാഗ് ആരും അടിച്ചുകൊണ്ട് ഇപ്പം അതിൻ്റെ പുറകില്ല. എന്റെ നാരായണ അതൊക്കെ പിന്നെ അന്വേഷിക്കാം. താൻ ആദ്യം ഈ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഞാൻ എത്താൻ ഒരു 1 hour എടുക്കും. ശരി സാർ. ബാഗ് പോയത് എൻ്റെ അല്ലേ, അയാൾക്കും ഇല്ല അറിയാം. എടാ, നിങ്ങളെ രണ്ടുപേരെയും പേഴ്സണലി നന്നായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് നിങ്ങളെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലാത്തതാണ്. അയ്യോ ചേച്ചി, നമ്മളെല്ലാം നൃത്തം തീരുമാനിച്ചാ ചേച്ചിക്ക് നമ്മൾ വിശ്വസിക്കാം. വിശ്വാസത്തിന് മാത്രമല്ലടാ, ഇന്ത്യയൊക്കെ വെട്ടും കുത്തും ലൈവായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. ചേച്ചി നമ്മൾ പറഞ്ഞില്ലേ, അതൊന്നും നമ്മൾ പോലും ഓർക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. കുറേ നാൾ കൊട്ടേഷൻ, പിന്നെ കുറേ നാൾ മോഷണം. നിങ്ങൾക്ക് ഇതൊക്കെ ഒരുമിച്ച് അങ്ങ് അവസാനിപ്പിച്ചാൽ പോരായിരുന്നു. എൻ്റെ പൊന്ന് സിനി ചേച്ചി, അതിനെപ്പറ്റി സംസാരിക്കല്ലേ. ആ ജോലി എങ്ങനെയെങ്കിലും സെറ്റാക്കിത്താ, ഞങ്ങൾ പണിയെടുത്ത് ജീവിച്ചോളാം. ഷോ, ഒരു കാര്യം ചെയ്യ്, അടുത്ത ആഴ്ച കയറിക്കോ. ഓ താങ്ക്സ് ചേച്ചി. അങ്ങനെ അത് തെറ്റായി. സത്യം. ഇനി ആ ബാഗിൻ്റെ കേസ് പള്ളി അങ്ങനെ വരുമോ? എടാ വിനോദേ, നീ അത് വിട്. നമ്മൾ എത്ര പേരെ ബാഗ് അടിച്ച് മാറ്റി ഇന്നേ വരെ എന്തെങ്കിലും സീൻ ഉണ്ടായിട്ടുണ്ടാ? അതുപോലെ തന്നെ ഇതും. ഈ പോലീസുകാർക്ക് എന്ത് കൊമ്പുണ്ടാ? എടാ അന്വേഷണം ശക്തമാവൂലേ? തേങ്ങ. നമുക്കൊരു കാര്യം ചെയ്യാം, കുമാരൻ്റെ കടയിൽ പോയി 2 ലൈമും 1 കിങ്സും വലിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എടാ അവിടെ CCTV വർക്കാവുന്ന ഉറപ്പല്ലേ? എടാ ആന്ന് ഉറപ്പാണ്. നമ്മുടെ സിജോ അല്ലേ അവിടെ CCTV സർവീസ് ചെയ്യണം. പിന്നെ എന്തോന്ന് പേടിക്കാൻ? നോ ടെൻഷൻ. എന്നാ കുഴപ്പമില്ല. ഇവന് ഏത് പട്ടിക്കാട്ടിലാണ് ഭഗവാനെ? എന്താ ഒരു ലൈൻ ഷുഗർ കുറച്ച്, തണുപ്പ് വേണം. ഇപ്പം എന്ത് ചെയ്യും? ഇഞ്ഞാലോ? വാ പോവാം. ആ രാവിലെ കണ്ട ചേട്ടനല്ലേ? അതെ അതെ. സ്ഥലം ഇവിടെയൊക്കെ തന്നെയാണോ? ആ, സ്ഥലം ഇവിടെയൊക്കെ തന്നെയാണ്. ആ, ഇവിടെ കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് അല്ലേ? എന്താട്ടാ അങ്ങനെ ചോദിച്ചേ? ഓ, എന്തു പറയാനാ അനിയ, രാവിലെ ഞാൻ നിനക്ക് കാശ് തന്നില്ലേ? ആ, അതിനുശേഷം എൻ്റെ ബാഗ് ആരും അടിച്ചോണ്ടേ. അതിലാണെങ്കിൽ എൻ്റെ കാശും ഉണ്ടായിരുന്നു. ഷോ, എന്നിട്ട് കിട്ടിയോട്ടാ? എവിടുന്ന്? ഷോ, കഷ്ടം. നമ്മുടെ അറിവിൽ ഇവിടെ അങ്ങനെ കള്ളന്മാര് ശല്യമൊന്നുമില്ലല്ലേ? ആ, കഷ്ടകാലമല്ലോ, എന്ത് പറയാനാ. അതെ അതെ. ഒരു മിനിറ്റ്. ഹലോ സാർ. ശരി സാർ, ഒരു 15 മിനിറ്റ് ഞാനിപ്പോൾ എത്താം. ശരി സാർ. ചേട്ടൻ പോലീസിലാണല്ലേ? ആ അതെ അതെ. ഇവിടെ അല്ല, എറണാകുളം. അവിടുത്തെ ഒരു വെട്ടുകേസിലെ പ്രതി ഇവിടെ ഒളിവിലാണ്. ഇവിടെ എവിടെ ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ. ഓ, ആരേട്ടത്? ആ, എന്തായാലും നീ ചോദിച്ചതല്ലേ, കാണിച്ചു തരാം. ദാ, ഇവൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്ക്. കണ്ടു കാണാൻ വഴിയില്ല, എന്നാലും നോക്ക്. എടാ, ഇവനല്ലേ നമ്മൾ രാവിലെ പാർക്കിങ്ങിൽ വെച്ചേണ്ടത്? എടാ ഇവൻ തന്നെ. സാറേ, ഇവൻ നമ്മുടെ ലോഡ്ജിലുണ്ട്, ഇവിടെ തൊട്ടടുത്താ. ആ, സാർ അവനെ കിട്ടി. ഇവിടെ അടുത്തൊരു ലോഡ്ജിലുണ്ട്. നടക്കടാ. സാറേ, ഞാൻ അകത്തായെങ്കിലും എൻ്റെ പിള്ളേർ പുറത്തുണ്ട്. അവന്മാർ സാറിനിട്ട് നല്ല പണി തരും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവന്മാരെ പേരൊക്കെ എഴുതി ഒരു ലിസ്റ്റ് ആക്കി ഇങ്ങിതാ. നിന്റെ കൂടെ അവന്മാരെയും പിടിച്ചകത്തിടാം. സാറേ വേണ്ട കേട്ടാ. ഇതുപോലെ നമ്മളെയും കൊണ്ടുപോകും. ചുമ്മാരുടെ അങ്ങനൊന്നും വരില്ല. ആ, എന്ന് പ്രാർത്ഥിക്കാം. ആ, കേറ് കേറ്. അല്ല നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? ഈ സംഭവം നമ്മളെ തല വരാത്ത രീതിയിൽ കറക്കി തിരിച്ചു വിടാം. എങ്ങനെ? അതാലോചിക്കണം. വാ. ഗുഡ് ജോബ് നാരായണ. സാർ. താൻ കണ്ടുപിടിച്ച വെറും ഒരു വെട്ടുകേസിലെ പ്രതിയല്ല, അറിയാലോ. അവൻ വെട്ടിയതൊരു പൊളിറ്റീഷ്യനെയാണ്. അറിയാം സാർ. സാർ, ഇവരാണ് ഇൻഫർമേഷൻ തന്നത് അവനിവിടെ ഉണ്ടെന്ന്. ഗുഡ് ജോബ്. പിന്നെ തൻ്റെ ബാഗിൻ്റെ കാര്യം എന്തായി? ഒന്നും ആയില്ല സാർ. ആ ഹോട്ടലിൽ CCTV വർക്കിംഗ് അല്ലായിരുന്നു. ഞാൻ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓ, ഐ സി. എത്ര രൂപയുണ്ടായിരുന്നു?
എറൗണ്ട് 1 ലാക്കോളം ഉണ്ടായിരുന്നു സർ. മോളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഇപ്പോൾ തൽക്കാലം ഞാൻ വേറെ ആളുടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോയി വാങ്ങണം. അതുകൊണ്ട് സാറ് പൊക്കോ, ഞാൻ അല്ലാതെ എത്തിക്കൊള്ളാം. ഇവനെ ഞാൻ എത്തിക്കട്ടെ. ബാഗ് കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ശരി സർ. പിന്നെ കൈലാഷ് തൻ്റെ റിലേറ്റീവ് അല്ലേ? കൈലാഷ്? മറ്റേ ഫോറസ്റ്റിൽ ജോലിയുള്ള പയ്യൻ. ആ അതെ സർ. എന്തു പറ്റി? അപ്പോൾ താനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ പയ്യൻ ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. വീട്ടിലും ചെന്നിട്ടില്ല, സാധാരണ പോകുന്നിടത്തൊന്നും പോയിട്ടുമില്ല. ആ നാരായണ, നാരായണ എന്തു പറ്റി? സാർ അത് അല്ലെങ്കിൽ രാവിതരമായൊരു വട്ടം കണ്ടുവരും. എന്താ സാർ? ഇന്നത്തെ ഈ രാത്രി ഹാർഡ് ഡിസ്ക് എങ്ങനെ സേഫ് ആക്കണം? അഥവാ നമ്മളെ പിടിച്ചാലും അവർക്കൊരിക്കലും കിട്ടാൻ പാടില്ല. ഐ നോ ഹിം. നാനേട്ടാ. ആ മോനെ നീ ആയിരുന്നാ? മക്കളെ എന്നെ വീട് വരെ നാക്കിയതാടാ. ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. നാനേട്ടാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുവാണ്? നാനേട്ടാ ഇന്നത്തെ ഈ രാത്രി ഈ ഹാർഡ് ഡിസ്ക് ചേട്ടൻ സൂക്ഷിക്കണം. ഞാൻ അത് വാങ്ങിക്കോളാം. അഥവാ ഞാൻ വന്നില്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാം ചേട്ടൻ പുറത്തുകൊണ്ട് വരണം. മക്കളെ എനിക്കൊന്നും മനസ്സിലാവണില്ല. നാനേട്ടാ ഈ ഹാർഡ് ഡിസ്ക് ചേട്ടൻ സൂക്ഷിക്കണം. ഓക്കെ അല്ലേ? ശരി. മോനെ ആ ഹാർഡ് ഡിസ്ക് ആ ബാഗിലാണ് സാർ. എന്തോ കുഴപ്പമുണ്ടല്ലോ. എനിവേ ഇവനെ ഇങ്ങ് എത്തിക്കട്ടെ. ഐ വിൽ കോൾ യു. ശരി ശരി സാർ. എന്നാ നിങ്ങൾ വിട്ടു. ഒരു മിനിറ്റ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. എൻ്റെ പേരെങ്ങനെ? വിനോദ്. ജയശങ്കർ. സാറിൻ്റെ പേരെങ്ങനെയാ? നാരായണൻ. ശരി. ശരി. നോക്കിയാണോ ബാങ്കിലുള്ള ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്ന്? ആ ബാഗ് മൊത്തം ഞാൻ നോക്കിയല്ലേ, അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഒന്നും ഇല്ലെന്ന്. ആ കിട്ടിയത് ആ പൈസയും അങ്ങേരുടെ ഒരു ID കാർഡ്, പിന്നെ ഈ പവർ ബാങ്ക്, കർച്ചീഫ്, പിന്നെ ഒരു ചീപ്പ്. എടാ ഇതാണ് ഹാർഡ് ഡിസ്ക്. അത് ശരി, അപ്പൊ പവർ ബാങ്ക് അല്ലേ? എടാ പാവം തന്നെ നിനക്ക് ഹാർഡ് ഡിസ്കും പവർ ബാങ്കും തിരിച്ചറിഞ്ഞൂടെ? നീ ആ ലാപ്പിംഗ് ആയിട്ട് അവരാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ലൈബ്രറി പോച്ചിനും വൈൽഡ് ലൈഫ് ക്രൈംസിനും നേതൃത്വം നൽകുന്ന ഗ്യാങ്ങുകളിലെ ഏറ്റവും കോൺഫിഡൻഷ്യലായ ഗ്യാങ്ങുകളിൽ ഒന്നാണ് മനാഫാൻ ഗ്യാങ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഫീൽഡ് ആർട്ടിലാണ് പപ്പ. He was the one who found about their black market rates. ട്രിവാൻഡ്രത്ത് ആനിമൽ ഫാമിന്റെ മറവിലാണ് അവരുടെ എല്ലാ ഡീലിങ്സും. അവരുടെ ഫാമിലി മൊത്തം കൊന്നളഞ്ഞു. And now they're after me. ഈ ഹാർഡ് ഡിസ്കിൽ അവരുടെ ഗ്യാങ്ങിന് മുഴുവൻ കൊടുക്കാൻ കെൽപ്പുള്ള അത്രയ്ക്ക് വൈറ്റ് എവിഡൻസാണ്. ഇതെങ്ങനെയും പുറത്തുകൊണ്ട് വരും. ആൻഡ് ഇതാരുടെ കയ്യിലാണോ അവരെ തേടി മനാഫാൻ ഉറപ്പായും വരും. സോ പ്ലീസ് ബി കെയർഫുൾ. എടാ പിടിച്ചത് വെറും വള്ളിയല്ലടാ, കാട്ടുവള്ളിയാണ്. ഏത് നേരത്താന്തോ ഭഗവാനെ. കണ്ടിട്ട് എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നു. എടാ ഈ ഫാം എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ശേ എടാ നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലാ? കളഞ്ഞ അവർ നമ്മളന്വേഷിച്ചു വരില്ല. ആ പോലീസ് തന്നെ പൊക്കും.
ഈ ഹാർഡ് ഡിസ്ക് കിട്ടാത്തതുകൊണ്ട് അവരയാലും കൊല്ലും. തടി തപ്പി മടുത്തറ. ഇനിയെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യണം. നീ പറഞ്ഞു വരുന്നത്? എടാ ഈ ബാഗ് നമുക്ക് തിരിച്ചു കൊടുക്കാടാ. അതിൽ നിന്ന് ഒറ്റ കാശ് പോലും എടുത്തിട്ടില്ല എന്ന് പറയാം. കാല് പിടിച്ച് മാപ്പ് പറയാം. നമ്മളത് കൊടുത്താൽ പിന്നെ നമ്മളിതില്ലല്ലോ. കൊള്ളാം. കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങണം എന്ന് പറയാൻ കേട്ടിട്ടില്ലേ? അതാണ് നീ ഇപ്പോൾ പറഞ്ഞത്. എടാ അതല്ല, ഈ ഹാർഡ് ഡിസ്കിൻ്റെ മാത്രമല്ല, ഈ കാശ് ആ സാറിന് അത്യാവശ്യമാണ്. നമുക്കിത് വേണ്ട. സെന്റിമെന്റ്സാ? ശരി, നീ പറയണ പോലെ ചെയ്യാം. എങ്ങനെയും ഇതിന്ന് ഊരി കിട്ടിയാൽ മതി. അതാണ്, അല്ലെങ്കിൽ അവന്മാർ നമ്മളെ പുറകെ വരും. ഞാൻ ആ സാറിനെ വിളിച്ചിട്ട് എപ്പോൾ കാണാമെന്ന് ചോദിക്കാം. വേണോ? വേണം. ഹലോ, നാരായണ സാറല്ലേ? അതെ, ആരാ? സാറേ ഞാൻ വിനോദാണ്. ഇന്ന് നമ്പർ തന്നിരുന്നു. വിനോദോ? സാറേ മറ്റേ വെട്ടേഴ്സിലെ പ്രതിയെ പിടിക്കാൻ വന്നില്ലേ, അപ്പം തന്ന്. ആ രണ്ട് പേര് പറയും. എന്താ മോനെ? ആ സാറേ, ഞങ്ങൾക്ക് സാറിന് അത്യാവശ്യം കാണണമായിരുന്നു. അയ്യോ മോനെ, ഞാൻ ഇറങ്ങാൻ കാണണല്ലോ. എന്താ മോനെ? സാറ് നേരിട്ട് വേണോ പറയാം? നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ട് വാ. ആ സാറേ. ശരി. ആളിവൻ തന്നെയാണോ? കൺഫേം. തൂക്കിയാലോ? എടാ, ഇത് അവന്മാര് എന്നടാ ആയിരിക്കും. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവന്മാർ ഫാമിലിയുടെ വഴി അറിയാലോ. ആ, അതിന് നമുക്ക് കൊണ്ട് പോവാം. എന്തിന്? ഈ ഹാർഡ് ഡിസ്ക് അവർ കൊടുക്കാം. ഇന്നത്തെ ദിവസം ഹാർഡ് ഡിസ്ക് അവർ കിട്ടിയില്ലെങ്കിൽ ആ സാധനം ഉറപ്പാരും കൊല്ലും. എടാ, നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയണ? ആ, നമ്മളോട് ആലോചിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡും വിലപ്പെട്ടയാണ്. നീ വഴി പറ. എടാ വിനോദേ, എടാ. ഇത് എന്നടാ? ഇറങ്ങ്. വിനോദേ, പോണോ? പോയില്ലെങ്കിൽ നമ്മൾ കാരണം ഒരാൾ മരിക്കും. നമ്മളായിട്ട് ചാടിയല്ലേ. വാ. ഇങ്ങോട്ട് നീ വാ. മതിലാണ്. ഈ പണി നമ്മളാരും പഠിപ്പിക്കണ്ടല്ലോ. പട്ടിയുണ്ട്, സൂക്ഷിച്ചോ. ശരിയാണ്. ജയ, എന്റെ അമ്മോ. പറ, ഹാർഡ് ഡിസ്ക് എവിടെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളുടെ ഇടപാടെന്തൊന്നും അറിയില്ല. ഏതോ ഒരുത്ത എൻ്റെ ബാഗ് ഓടിച്ചോണ്ട് പോയി. അതിലാണ് എൻ്റെ കാശും ഉണ്ടായിരുന്നു. നിന്റെ കഥാപ്രസംഗം കേൾക്കാൻ പറ്റില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്നു മര്യാദയ്ക്ക് ഹാർഡ് ഡിസ്ക് അവിടെ ഉണ്ടെന്ന് പറ. എൻ്റെ ദൈവമേ, നിനക്കൊക്കെ അത്ര ഇതാണെങ്കിൽ എൻ്റെ ബാഗ് അടിച്ചോണ്ട് പോയതിൻ്റെ പത്തപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് ഡിസ്കും കിട്ടും, എനിക്ക് എൻ്റെ കാശും. നിങ്ങൾക്ക് എന്നെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല.
ഞാൻ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് ഇനിയും പറയാവുള്ളൂ. വിനോദേ, ഇത് വേണോ? ഈ ഹാർഡ് ഡിസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? എന്താ? എടാ, ഈ ഹാർഡ് ഡിസ്ക് പുറത്ത് വരാതിരിക്കാനുള്ള എല്ലാ വഴികളും അവന്മാരടയ്ക്കും. ഈ ഹാർഡ് ഡിസ്കിനെ പറ്റി ആർക്കൊക്കെ അറിയോ അവരെല്ലാവരും അവന്മാർ കൊല്ലും. എപ്പോഴായാലും എങ്ങനെയെങ്കിലും അവന്മാർ നമ്മളെ കണ്ടുപിടിച്ചെത്തും. നമുക്ക് വേറെ ഓപ്ഷനില്ല. ഈ ഹാർഡ് ഡിസ്ക് കൊടുത്താൽ സാധനം നമുക്ക് എങ്ങനെ രക്ഷിക്കണം? അപ്പോൾ കൊടുക്കാല്ലേ? നീ ആ ഹാർഡ് ഡിസ്ക് എങ്ങനെയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഇൻ കേസ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ നിനക്കൊരു മോളിൽ അവൾ ഏതെങ്കിലും റെഡ് സ്ട്രീറ്റിൽ കിടന്നറിയിക്കും. ജയ, നമ്മൾ ഈ ഹാർഡ് ഡിസ്കും കൊടുക്കുന്നില്ല, അമ്മേൻ്റെ പുറലോകം കാണാനും പോകുന്നില്ല. മനസ്സിലായില്ല? നമ്മൾ ചത്താലും കുഴപ്പമില്ല, അമ്മമാരെ വെറുതെ വിടരുത്. വിനോദേ, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അവന്മാരെ കയ്യിലെങ്ങനെ ചെന്ന് പെട്ടാണ്ടല്ലോ, പിന്നെ ജീവിതത്തിലൊരു മനസമാധാനവും കാണൂല, ഒരു മണ്ണാങ്കട്ടയും കാണൂല. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ചത്താലും കുഴപ്പമില്ല, സാറിന് ഞാൻ രക്ഷിക്കും. ഓ, അങ്ങനെ ക്രെഡിറ്റ് നീ ഒറ്റയ്ക്ക് എടുക്കണ്ട. നിന്നെ തൊട്ടാ അവന്മാരെ ഞാൻ വെറുതെ വിടും. നിനക്ക് വേണ്ടത് ഹാർഡ് ഡിസ്ക് അല്ലേ? അത് ഞങ്ങളിലുണ്ട്. വിനോദേ, ഈ പരിപാടി ഇനി വേണ്ടെന്നുള്ള ഉറപ്പല്ലേ? ആ, നമ്മൾ ഞാൻ എൻ്റെ അകത്ത് കൈവയ്ക്കൂല. അഥവാ വയ്ക്കേണ്ടി വന്നാൽ അവൻ അടിയിരന്ന് വാങ്ങണവനായിരിക്കണം. ഓക്കേ, വാ. Hare Krishna Hare Ram
സാറിൻ്റെ ബാഗ് അടിച്ച് മാറ്റിയത് ഞങ്ങളാണ്. പറ്റിപ്പോയി സാറേ. ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. സാറിൻ്റെ ബാഗും ഹാർഡ് ഡിസ്കും ആ കാശും എല്ലാം അതിനകത്തുണ്ട്. ഞങ്ങൾ ഒറ്റ പൈസ പോലും എടുത്തിട്ടില്ല. അതെ, മതിയാക്കി സാറേ. ഇനി സമാനത്തോടെ ജീവിക്കണം സാറേ. ഞങ്ങളെ വെറുതെ വിടണം. ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് എനിക്കൊരു തേങ്ങയും മനസ്സിലാവില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, വിട്ടോ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ കിട്ടിയ വാർത്ത, തിരുവനന്തപുരത്ത് ആനിമൽ ഫാമിന്റെ മറവിൽ ആനക്കൊമ്പ് വ്യാപാരം. എറണാകുളം സ്വദേശികളായ മനാഫും സംഘവുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2.5 കോടി രൂപയിലധികം വില മതിക്കുന്ന ആനക്കൊമ്പുകളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും വനംവകുപ്പ് പിടിച്ചെടുത്തു. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മനാഫ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അനു, ആ മോട്ടർ അങ്ങ് ഓഫ് ചെയ്യ്. ആ പറവനീഷേ. നാരായണേട്ടാ, മൊത്തം കുഴപ്പമായി. നമ്മുടെ ജേക്കബ് ടീം അവൻ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. ഏതോ ഒരു ഗ്യാങ് വന്ന് വാൻ അറ്റാക്ക് ചെയ്ത് മൊത്തം പോലീസുകാരെയും കൊന്നു കളഞ്ഞു. മനാഫ് ഗ്യാങ് രക്ഷപ്പെട്ടേട്ടാ. ചേട്ടാ ഒന്ന് സൂക്ഷിച്ചോണേ. कबीर, तुम फिक्र मत करो. आज है मुंबई का लोकल गैंग से नोटोरियस हिटमैन था, अपना कंट्रोल पे है. बस जराल के साथ एक डील खत्म होने दो, उसके बाद इधर हम लोगों को टॉप ड्रग कार्टेल्स हो जाएगा. भैया वो सब ठीक है, लेकिन कुछ नहीं. तुमको लग रहा है क्या ये लॉरेंस को खत्म करने का हिम्मत है? मुंबई पे कोई है? कोई नहीं. भैया आप सुन रहे भैया? भैया क्या हुआ? भैया മനാഫ്, നീ കൊന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസർ ഫാമിലി അല്ലേ? അവൻ്റെ ഫാമിലി അയാൾക്ക് മറ്റൊരു മകനുണ്ട്. And not even his father knows who he really is. मुझे खत्म करके मुंबई में अच्छी तरह से तूने जीना सकता है, लग रहा है क्या? उसके बाद तुम्हारा दिन शुरू. याद है तुझे मुंह नहीं खोलना है क्या अभी? कौन है तू? बोलो साले मादा चूत, कौन है तू? Jordan from the Eternals, Netherlands. Jordan, our client wants to know the update of the contract. Tell him this bloody contract is closed. I know it, my boy, that you're the one for it. Well, Jordan, you asked for a 2-month vacation, right? May I know why? That's something personal. Got it. Check your car, Jordan. Something luxury. Then you can add to your collection.
He is waiting for you there. That's something advanced. Well, Jonathan, go and have a wonderful vacation. The night is smearing with pain and cries, so bright, the fury, the raging eyes. The dark, so scary, keeps screaming for light. The stars